സജീവമായിരിക്കുകയാണ്. മാനന്തവാടി പഞ്ചാരക്കൊല്ലിയിലെ നരഭോജിക്കടുവയെ വെടിവെച്ചു കൊല്ലും. നിയമോപദേശവും സാങ്കേതികതയും പരിശോധിച്ച ശേഷമാണ് ഉത്തരവിട്ടത്. കടുവയെ കൊല്ലാൻ ധാരാളം പ്രശ്നങ്ങളുണ്ടായിരുന്നുവെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ പറഞ്ഞു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എന്നോട് പറഞ്ഞു, നിങ്ങൾ എന്ത് ചെയ്താലും തർക്കമില്ല, അതിനെ വെടിവെച്ച് കൊല്ലാനുള്ള ഉത്തരവ് പുറപ്പെട്ടു, ഇതെൻ്റെ തീരുമാനമാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. ആ നിർദ്ദേശം കൂടി സ്വീകരിച്ചതിന് ശേഷമാണ് ചീഫ് സെക്രട്ടറിയുമായി, അഡ്വക്കേറ്റ് ജനറലുമായി, ലോ സെക്രട്ടറിയുമായി തുടങ്ങിയ ഈ രംഗത്ത് വിദഗ്ധാഭിപ്രായം തരേണ്ട എല്ലാവരുമായും വീഡിയോ കോൺഫറൻസിലൂടെ അഭിപ്രായം തേടി ഒടുവിൽ വന്ന തീരുമാനമാണ്. ഏറ്റവും ഒടുവിൽ അരുൺ സക്കറിയോടാണ് അഭിപ്രായം ചോദിച്ചത്. അദ്ദേഹം പറഞ്ഞു, തുടർച്ചയായി അക്രമം കാണിക്കുന്ന വന്യമൃഗങ്ങളെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ വകുപ്പ് ഉപയോഗിച്ച് വെടിവെക്കാനുള്ള ഉത്തരവ് പുറപ്പെടുവിക്കാൻ സാധിക്കുമെന്ന ഉപദേശം കൂടി കിട്ടിയപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഉത്തരവ് പുറപ്പെടുവിക്കാനുള്ള ഫയലിൽ തീരുമാനമെടുത്തതിന് ശേഷമാണ് ഈ പഞ്ചാരക്കൊല്ലിയിൽ ഈ പഞ്ചാരക്കൊല്ലിയിലെ ജനങ്ങളെ കാണാൻ വന്നത്. പഞ്ചാരക്കൊല്ലിയിലെത്തിയ മന്ത്രിയെ നാട്ടുകാർ തടഞ്ഞത് ഏറെ നേരം സംഘർഷത്തിനിടയാക്കി. സമരത്തെ തള്ളിപ്പറയില്ലെന്നും നാട്ടുകാർക്കൊപ്പമുണ്ടെന്നും എ കെ ശശീന്ദ്രൻ പറഞ്ഞു. മന്ദേ കടത്തിവിടില്ല, അതന്നെയാണ്. അതല്ല പ്രതിഷേധം. നിങ്ങൾ കാണുന്നത് ഈ പ്രതിഷേധം എന്ന് പറഞ്ഞാൽ നാടിനെ അപമാനിക്കുന്ന രൂപത്തിൽ അയാൾ പ്രസ്താവന നടത്തിക്കുക. ഇവിടെ എങ്ങനെ വിഷയം നടക്കുമ്പോൾ അയാൾ ജനങ്ങളോട് സംസാരിക്കാൻ തയ്യാറാവില്ല. പോലീസിന്റെ പകുതി ജനങ്ങൾ ഇവിടെ ഇല്ല, പോലീസിനോളം പകുതി ജനങ്ങൾ ഇവിടെ ഇല്ല. ആ കൂടി വെച്ച സ്ഥലത്ത് ഇയാളെ കൊണ്ടുവരണം, ഇയാളെ കൊണ്ടുവരുന്ന നഷ്ടപരിഹാരം അയാളെ കുടുംബത്തിന് മേടിച്ചു കൊടുക്കണം. ഇതാണ് ഇവിടെ ചെയ്യേണ്ടത്. വൈകിയെന്ന് മാത്രമല്ല, ഇയാൾ എപ്പോൾ എത്തണ്ട, എത്ര വൈകിയാണ്. രാവിലെ കടുവ ദൗത്യത്തിനിടെ ഫോറസ്റ്റ് ബീറ്റ് ഓഫീസർ ജയസൂര്യയെ കടുവ ആക്രമിച്ചിരുന്നു. കൈക്ക് പരിക്കേറ്റ വനപാലകനെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. കടുവയ്ക്ക് വെടിയേറ്റിട്ടില്ല എന്ന് മന്ത്രി ഒ ആർ കേളു പറഞ്ഞു. അപ്പോൾ വലിയൊരു ഗ്യാങ് തന്നെ ഫോറസ്റ്റിൻ്റെ ഉള്ളിലേക്ക് പോയി സെർച്ച് നടത്തി കൊണ്ടിരിക്കുന്ന അവസരത്തിലാണ് പുറകിൽ നിന്ന് കടുവൻ്റെ ഒരു അറ്റാക്ക് ഉണ്ടാവുന്നത്. ജയസൂര്യ എന്ന് പറയുന്ന ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറെ അത് അടിച്ച് വീഴ്ത്തുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കാര്യമായിട്ടുള്ള ഒരു അപകടകരമായിട്ടുള്ള ഒരു പരിക്കൊന്നും ഇപ്പോൾ നിലവിലില്ല. അദ്ദേഹത്തിൻ്റെ കൈത്തണ്ടേൻ്റെ ഇവിടെ ഒരു നഖം കൊണ്ടു കയറി എന്നുള്ളതാണ് ഒരു കൃത്യമായിട്ടുള്ള ഒരു പരിക്ക് എന്ന് പറയുന്നത്. അപകടത്തെ സംബന്ധിച്ചുള്ള വിഷയങ്ങളൊന്നും നിലവിലില്ല. അപ്പോൾ കടുവ ഇങ്ങനെ നിന്ന് കിട്ടുന്നില്ല, വെടിവെക്കാനായിട്ട് നിന്ന് കിട്ടുന്നില്ല, ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അവർ കാട്ടിൽ തന്നെയാണ് ഇപ്പോഴും. ഇതിനെങ്ങനെ ലൊക്കാറ്റ് ചെയ്ത് ഇങ്ങനെ കടുവേനെ പിടിക്കാനുള്ള ഒരു വലിയ ശ്രമവും ഈ നിമിഷവും അവർ കാട്ടിൻ്റെ അകത്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കടുവയ്ക്ക് വെടിയേറ്റിട്ടില്ല.